ഹലോ, എല്ലാവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. നമുക്ക് എല്ലാവർക്കും കുറച്ച് സീക്രട്ട് വേണം അല്ലേ? നമുക്ക് നമ്മളിൽ തന്നെ വെക്കാൻ പറ്റുന്ന കുറച്ച് സീക്രട്ട് എപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യുക. നമ്മൾ ചിലപ്പം വിചാരിക്കും നമ്മൾ ചങ്ക് പോലെ കൊണ്ട് നടക്കുന്ന ആൾക്കാർ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള ആൾക്കാർ, ഇവരോടൊക്കെയും നമ്മളെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ചില കാര്യങ്ങള്, പ്രത്യേകിച്ചും ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ആരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. നമ്പർ 1, സീക്രട്ട് ഓഫ് യുവർ സക്സസ്. നമ്മുടെ നമ്മുടെ ജീവിത വിജയത്തിന്റെ സീക്രട്ട് നിങ്ങൾ ആരുമായിട്ട് ഷെയർ ചെയ്യരുത്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് സക്സസ് കിട്ടിയ കാര്യങ്ങളായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് അവരുടെ ജീവിതത്തിൽ അവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അവർ ട്രൈ ചെയ്യുമ്പോൾ അവർക്ക് സക്സസ് കിട്ടിയില്ല എങ്കിൽ അവർ നേരെ നമ്മളിലേക്ക് തിരിയും, നമ്മളെ കുറ്റക്കാരാക്കും. മനസ്സിലായോ? അല്ലാതെ അവർ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിട്ടല്ല പറഞ്ഞു കൊടുക്കണ്ട എന്ന് പറയുന്നത്. കാരണം എല്ലാവർക്കും എല്ലാ സീക്രട്ടും എല്ലാ ടിപ്സും ഒരുപോലെ എന്താ പറയാ ഫലം കിട്ടണമെന്നില്ല. എന്റെ സക്സസിലേക്കുള്ള സീക്രട്ട് ആയിരിക്കില്ല നിങ്ങൾക്ക് സക്സസ് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പൊ തീർച്ചയായിട്ടും അത് നാളെ നമ്മളെ ബ്ലെയിം ചെയ്യാനായിട്ട് ഇടവരുത്തരുത്. അതുകൊണ്ട് തന്നെ ആരോടും നിങ്ങളുടെ വിജയത്തിന്റെ സക്സസ് നിങ്ങൾ പറഞ്ഞു കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് കോമൺ ആയിട്ട് നമുക്ക് പറയാം, നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ചിലപ്പം വിജയിക്കാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. കാരണം നമ്മുടെ ആഗ്രഹം എന്താ? എല്ലാവരും രക്ഷപ്പെടണമെന്നല്ലേ ജീവിതത്തിൽ. നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാം. അല്ലാതെ നിങ്ങൾ ഇതാണ് ഞാൻ ട്രൈ ചെയ്തത്, യു ഷുഡ് ഡു ലൈക്ക് ദാറ്റ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. മസ്റ്റായിട്ട് നിങ്ങൾ അത് ചെയ്ത് നിങ്ങൾക്ക് വിജയം കിട്ടും എന്ന് നിങ്ങൾ പറയാനായിട്ട് പാടില്ല. നമ്പർ 2 എന്ന് പറയുന്നത്, ഡോണ്ട് ഷെയർ യുവർ പ്രോബ്ലംസ് വിത്ത് എനിവൺ. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെ? നമുക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. ഈ പ്രോബ്ലംസും സ്ട്രഗിൾസും ഒന്നും നിങ്ങൾ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്തുകൊണ്ട് നടക്കാൻ പാടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഒരു 90% ആൾക്കാരും നമ്മുടെ പ്രോബ്ലംസ് കേൾക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രഗിൾസ്, നമ്മുടെ വേദനകൾ കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവരുള്ളിൽ സന്തോഷിക്കുന്നവരാണ്. 10% മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രോബ്ലംസ് നമ്മൾ പറയുമ്പോൾ അവർക്കത് ഫീൽ ചെയ്യുന്നത്, അവർക്കത് ടച്ച് ചെയ്യുന്നത്, അവർക്ക് എന്തെങ്കിലും ഒന്ന് നമുക്ക് വേണ്ടി ചെയ്തു തരാൻ വേണ്ടി തോന്നുന്നത്. സിൻസിയർ ആയിട്ടുള്ള ആൾക്കാർ അത് 10% മാത്രമേ ഉള്ളൂ. നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ പറഞ്ഞു നടക്കുന്തോറും നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറാണ്. നമ്മൾ നിരന്തരം ചിന്തിക്കുന്നത് നമ്മുടെ റിയാലിറ്റിയിലേക്ക് എത്തും എന്നുള്ളത് ഒരു സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോബ്ലംസിനെയും നിങ്ങളുടെ സ്ട്രഗിൾസിനെയും ഒന്നും എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോബ്ലംസ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ രണ്ടാമതൊന്ന് ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക. ഇനി 3-ാമത്തെ കാര്യം എന്താണെന്നറിയോ? ഡോണ്ട് ഷെയർ യുവർ ഡ്രീംസ് വിത്ത് എനിവൺ. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ ആരുമായിട്ടും ഷെയർ ചെയ്യരുത്. നിങ്ങൾ ആ സക്സസിലേക്ക് എത്തി, നമുക്ക് ആ സക്സസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ആ വിജയ സോപാനത്തിലേക്ക് നിന്നതിന് ശേഷം നിങ്ങൾക്ക് ഇതായിരുന്നു എൻ്റെ സ്വപ്നം, ഇതാണ് ഞാൻ അച്ചീവ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് പറയാം. അതുവരെ നിങ്ങൾ ഒരിക്കലും റിവീൽ ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഡ്രീംസും നിങ്ങളുടെ എയിംസും ഒക്കെ, നിങ്ങളുടെ ഗോളും ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സീക്രട്ട് ആയിട്ട് വെക്കുക. അതെല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞതിന് മാത്രം നിങ്ങൾ ആ സൈലൻസ് നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളിപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസ് ഇതൊക്കെയാണെന്ന് നമ്മൾ 10 പേരോട് പറയുമ്പോൾ ആ 10 പേരും 10 രീതിയിലായിരിക്കും നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത്. ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുമ്പോൾ നമുക്ക് അവസാനം എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നറിയാൻ നമ്മൾ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ നമ്മളിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡ്രീംസിനെയും നിങ്ങളുടെ ഗോൾസിനെയും ഒന്ന് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ഓരോന്നും റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. ആ വഴിയിൽ കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ആരുമായും അവിടെ അത് ഡിസ്കസ് ചെയ്യണ്ട. ഓക്കെ? അതുപോലെ തന്നെ അടുത്ത 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വരുമാനം, നമ്മൾ എത്രത്തോളമാണ് ഓരോ മാസവും ഏൺ ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും മറ്റൊരാളുടെ അടുത്ത് റിവീൽ ചെയ്യേണ്ട കാര്യമില്ല. അത് നിങ്ങൾ ഒരാളുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യരുത്. നമ്മുടെ ഇൻകം എപ്പോഴും മറ്റൊരാള് അറിയപ്പെടാത്ത ഒരു സത്യമായിരിക്കണം നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്. നമുക്ക് അഭിമാനിക്കാം, നമുക്ക് സ്വയം എന്താ പറയാനാ പ്രൗഡ് ആകാം നമ്മളിൽ തന്നെ, നമ്മൾ ഇത്രയും ഏൺ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ എപ്പോഴും അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ?
ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫാമിലി പ്രോബ്ലംസ് ഒരിക്കലും നമ്മൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യരുത്, ഷെയർ ചെയ്യരുത്. എല്ലാ ഫാമിലിയിലും പ്രോബ്ലംസ് ഉണ്ട് അല്ലേ? എല്ലാ ഫാമിലീസിലും പ്രോബ്ലംസ് ഉണ്ട്. ചില ഫാമിലിയിൽ ചെറിയ പ്രോബ്ലംസ് ആയിരിക്കും, ചില ഫാമിലിയിൽ വലിയ പ്രോബ്ലംസ് ആയിരിക്കും. നമ്മുടെ പ്രോബ്ലംസ് നമ്മൾ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടുമോ? നമ്മൾ എപ്പോഴും ഷെയർ ചെയ്ത് ഈ പ്രോബ്ലംസ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ പ്രോബ്ലംസ് കൂടുതലായിട്ട് വന്നുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഒരിക്കലും അവർക്ക് നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് തരാനോ പറ്റത്തില്ല. കാരണം നമ്മുടെ പ്രോബ്ലംസ് നമ്മളാണത് ഹാൻഡിൽ ചെയ്യാനുള്ളത്. മനസ്സിലായല്ലോ ഈ 5 കാര്യങ്ങൾ? ഈ 5 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. ഓരോ സമയം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്ത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ജീവിത വിജയം, അത് വിജയത്തിലേക്ക് എത്തി നിന്നുകൊണ്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. ഓക്കെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ പോസിറ്റീവ് ഗ്രൂപ്പിലേക്ക് ചേരാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിലൂടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ലൈഫ് കോച്ചിങ്ങിൻ്റെ ക്ലാസ്സുകളൊക്കെ വളരെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പേഴ്സണൽ സെഷൻസ് അവൈലബിൾ ആണ്. എനി ഹെൽപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്